ഇന്നൊരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മോനെ കൊണ്ട് ഞാൻ തലയിൽ എണ്ണ ഇടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം മസാജ് ചെയ്ത് തന്നാൽ ഞാൻ ഫോൺ കളിക്കാൻ തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ചെയ്തു തരുന്നത്. ഫോണൊന്നും അങ്ങനെ ഞാൻ കളിക്കാൻ കൊടുക്കാറില്ല. അതുകൊണ്ട് ഇന്നത്തെ ചോദിച്ചതുകൊണ്ട് ഞാൻ വെച്ച് കുറച്ച് നേരം തരാമെന്ന് പറഞ്ഞു. എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പോയി കേട്ടോ. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അത്രയും നേരം തലയിൽ എണ്ണ ഒന്ന് പിടിക്കട്ടെ എന്ന് കരുതി നേരെ കിച്ചണിലോട്ട് പോയി. അതാകുമ്പോൾ പാടില്ല. വറുത്തരച്ച ചിക്കൻ കറി വയ്ക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൽ ആരമ്മൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ആദ്യമായിട്ടാണ് വറുത്തരച്ച ചിക്കൻ കറി കഴിച്ചിട്ടുമില്ല, അതുകൊണ്ട് ടേസ്റ്റ് അറിയത്തില്ല. വെച്ച് നോക്കാം. തീയിലൊക്കെ വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മീൻ ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ചിക്കൻ കറി ഒന്ന് വറുത്തരച്ച് വെച്ച് നോക്കാൻ. നല്ല ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ വർക്ക് ഏരിയ നിന്നിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ തീരെ വെളിച്ചമില്ല, വെളിച്ചം കുറവാണ്. ഞാൻ പിന്നെ മെയിൻ അടുക്കള അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇവിടെയാണ് എല്ലാ ഇതും ഇവിടെ വർക്ക് ഏരിയ തന്നെയാണ്. വിറകടുപ്പായാലും ഗ്യാസ് ആയാലും എല്ലാം ഇവിടെ തന്നെയാണ്. അതാകുമ്പം മറ്റേ അടുക്കള പ്രത്യേകം കിടക്കുമല്ലോ, കുക്ക് ചെയ്ത് അങ്ങോട്ട് മാറ്റി മതിയല്ലോ എന്ന് കരുതി അങ്ങനെ തേങ്ങ ചിരകിയത് ഏതാണ്ട് മൂപ്പിച്ചെടുത്തു. അതിൽ കൂടെ തന്നെ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം ഇട്ട് ആണ് മൂപ്പിച്ചത്. ഇനി അത് തണുത്തതിന് ശേഷമേ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളിയൊക്കെ കടുക് വറുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയെല്ലാം കൂടെ വഴറ്റിയെടുത്തു. അപ്പോൾ തേങ്ങ വറക്കുമ്പോഴത്തേക്കും തന്നെ ഞാൻ ഉള്ളി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 എളുപ്പത്തിൽ ഞങ്ങൾ തീരുമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ചിക്കനും കഴുകി വെച്ചിരുന്ന ചിക്കനും കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ചേർത്തു. ആ വീഡിയോയിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനും ചേർത്തത്. എന്തായാലും എന്നിട്ട് അതിനെ കുറച്ച് നേരം വഴറ്റി. അതിനിടയിൽ തന്നെ ഞാൻ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്നും തൊടാതെ, അത് വെള്ളം ഒഴിക്കാതെ ഞാൻ അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇതിലോട്ട് ചേർത്ത് ഇളക്കിയെടുത്തു. എന്നിട്ട് ആ മിക്സി അടിച്ച ജാറിലെ ആ ജാറിൽ ഇരുന്ന വെള്ളവും മാത്രമേ ഒഴിച്ചുള്ളൂ, കൂടുതൽ വെള്ളമൊന്നും ചേർത്തില്ല. പിന്നെ അപ്പോഴത്തേക്കും ചിക്കൻ കറി റെഡിയായി ഞാൻ കുളിച്ചിട്ടും വന്നു. എന്തായാലും ഒരു വെറൈറ്റി ചിക്കൻ കറിയായിരുന്നു. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റും അത്യാവശ്യം ഉണ്ടായിരുന്നു.